കാഴ്ചയ്ക്കു പിന്നിൽ പ്രധാന പഞ്ചേന്ദ്രിയമായ കണ്ണിന്റെ സവിശേഷതകൾ. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. അത്യധികം സങ്കീർണമായ ഒരു അവയവം കൂടിയാണിത്. രണ്ട് കണ്ണുകളും ഒരുപോലെ പ്രവർത്തനക്ഷമമായാൽ മാത്രമേ കാഴ്ച എന്ന അനുഭവം സാധ്യമാവുകയുള്ളൂ. തലച്ചോറിലെ സെറിബ്രമാണ് കാഴ്ചയെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത്. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും 1/4 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാകുന്ന എന്നാൽ സങ്കീർണങ്ങളായ നിരവധി ഘട്ടങ്ങളുണ്ട്. വസ്തുവിന്മേൽ നിന്നുള്ള പ്രകാശം കണ്ണിന് മുൻഭാഗത്തെ സ്ഥലമായ കോർണിയ കടന്ന് ഐറിസിൽ എത്തുന്നതാണ് ഇതിന്റെ ആദ്യഘട്ടം. ഐറിസ് ഈ പ്രകാശത്തെ പെൻഡിലേക്കാണ് നയിക്കുക. ലെൻസ് വഴി കടക്കുന്ന ഈ പ്രകാശം ചെറുതും തലകീഴായതുമായ പ്രതിബിംബം കണ്ണിന് പിറകിലെ റെറ്റിനയിൽ പതിപ്പിക്കും. റെറ്റിനയിലെ 100 കണക്കിന് നാഡികൾ ഇത് തലച്ചോറിലെത്തിക്കും. തലച്ചോറിലെ സെറിബ്രം ഇത് വിശകലനം ചെയ്ത് കാഴ്ച അനുഭവമാക്കി മാറ്റും. ലോകത്ത് 127 മില്യൺ ജനങ്ങൾ കാഴ്ച വൈകല്യം ബാധിച്ചവരാണ്. മരണശേഷം ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം കണ്ണാണെങ്കിലും ഇന്ത്യയിൽ ഏകദേശം 15 മില്യൺ ജനങ്ങൾ ഇപ്പറഞ്ഞ വൈകല്യങ്ങൾ ബാധിച്ചവരാണ്. കൃത്യസമയത്ത് കണ്ടെത്തി വിദഗ്ധ ചികിത്സ നേടിയാൽ 80% നേത്രരോഗങ്ങളും ഭേദപ്പെടുത്താനാവും. ചോദ്യങ്ങളിലേക്ക്. കണ്ണിന് മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഫടിക തുല്യമായ സുതാര്യ സ്തരം കോർണിയ. വസ്തുക്കളുടെ പ്രതിബിംബം വന്നു പതിക്കുന്ന കണ്ണിലെ ഭാഗം റെറ്റിന. കണ്ണിന്റെ ഏതു ഭാഗത്തു കൂടിയാണ് പ്രകാശം അകത്ത് കടക്കുന്നത്? കൃഷ്ണമണി. പ്രകാശത്തെ സ്വീകരിക്കുന്ന റെറ്റിനയിലെ കോശങ്ങൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. കണ്ണിന്റെ സംരക്ഷണ കവചത്തിന്റെ പേര് സ്ക്ലീറ. സ്ക്ലീറയ്ക്ക് മുകളിലൂടെയുള്ള നേർത്ത ചർമ്മപാളിയുടെ പേര് കൺജക്ടൈവ. കണ്ണിന് ഉൾവശത്തുള്ള ദ്രാവകത്തിന്റെ പേര് വിട്രസ് ഹുമർ. കണ്ണിന്റെ ഏറ്റവും പുറത്തുള്ള പാളി നേത്രപടലം. വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം പതിക്കുന്നത് എവിടെ? പീതബിന്ദുവിൽ. കോർണിയയ്ക്കും കവചത്തിനും ഇടയിലുള്ള ദ്രവം ജലീയ ദ്രവം. മങ്ങിയ വെളിച്ചത്തിലും റോഡ് കോശത്തെ ഉത്തേജിപ്പിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിന്റെ പേര് സമജ്ഞനക്ഷമത. മരിച്ച ആളിൽ നിന്ന് എത്ര മണിക്കൂറിനുള്ളിലാണ് കണ്ണ് ദാനം ചെയ്യാനായി എടുക്കേണ്ടത്? 6. നേത്രഗോളത്തിന് ആകൃതി നൽകുന്നത് എന്ത്? ദൃഢപടലം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൺപോളയിൽ. ലോക കാഴ്ച ദിനം ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം കണ്ണിനുണ്ടാകുന്ന രോഗം നിശാന്ധത. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരാശരി അകലം 25 സെന്റിമീറ്റർ. കണ്ണിൽ ഏറ്റവും കാഴ്ച ശക്തിയുള്ള ഭാഗം പീതബിന്ദു. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നതെന്ത്? റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്ത്? കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത റെറ്റിനയുടെ ഭാഗം അന്ധബിന്ദു. കൃഷ്ണമണിയിലുള്ള വർണ്ണവസ്തു മെലാനിൻ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കണ്ണുനീർ ഗ്രന്ഥി. കണ്ണിനെയും മൂക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാളി നാസോലാക്രിമൽ ഡക്റ്റ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസൈം. രോഗാണുക്കളുടെ സാന്നിധ്യമില്ലാതെ കണ്ണിനുണ്ടാവുന്ന അസുഖം വെള്ളെഴുത്ത്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ വർണ്ണാന്ധത. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്നത് എവിടെ? റെറ്റിനയ്ക്ക് മുൻപിൽ. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന് നീളം കൂടുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. നേത്രഗോളത്തിന് നീളം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന വൈകല്യം ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ ഏത് ഭാഗത്ത് പതിക്കും?
പുറകിൽ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. നേത്രഗോളത്തിലെ മർദ്ദം മൂലം കണ്ണിനുണ്ടാകുന്ന വൈകല്യം ഗ്ലോക്കോമ. വൈകല്യം ബാധിച്ച കോർണിയയ്ക്കു പകരം പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് കെരാറ്റോപ്ലാസ്റ്റി. ലെൻസിന്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം കണ്ണിനുണ്ടാകുന്ന രോഗം വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. പ്രായം കൂടുന്തോറും കണ്ണിന്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥയുടെ പേര് പ്രസ്ബയോപ്പിയ. ലെൻസിന്റെ സുതാര്യത കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം തിമിരം. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ ചെങ്കണ്ണ്. കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തിന്റെ പേര് ഒഫ്താൽമോളജി. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.